നന്ദി രേഖപ്പെടുത്തി പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പടച്ചവനോട് നമ്മൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ അടുക്കളയിൽ നിന്നാലും മനസ്സിലോട്ട് നമ്മളെ നാവ് കൊണ്ട് ചലിപ്പിക്കണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ്. സർവലോക സംരക്ഷകനായ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. എങ്ങനെ നിങ്ങളെ നാമം ചലിപ്പിക്കണേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയണേ. എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ജീവിതത്തിൽ മുഴുവൻ സെക്രട്ടാംഗമുണ്ട് നടക്കുന്ന നിങ്ങളെ വയറ്റിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ അതാ മരീമസമാണ്. നമ്മളെ വയറിന്റെ ഉള്ളില് കിടക്കുന്നുണ്ടെന്നറിയോ? വലിയ വലിയ ബോംബാണ്. ആറ്റം ബോംബാണ്. അത് ആ പ്രശ്നം പുറത്തു പോയാൽ ആ പരിസരത്ത് ആരും ഇരിക്കൂല. അതത്രയും വല്ലാത്ത മരീമസമാണ്. അതിന്റെ നാറ്റമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. അതാണ് നമ്മുടെ ശരീരത്തുള്ള കളിക്കുന്നതായ ആ ചീഞ്ചനം കെട്ടിക്കിടക്കുന്ന ആ വയറിന്റെ ഉള്ളില് കിടക്കുന്ന ആ സിക്കിട്ടാങ്കായി നാം കൊണ്ട് നടക്കുകയല്ലേ. പിന്നെ എന്തിനാണ് തങ്ങൾ അഹങ്കരിക്കുന്നത്? എന്തിനാണ് ഇയാൾ കാണിക്കുന്നത്? തൻപരുമ കാണിക്കുന്നതിനാണ്. ഞാൻ എന്ന് പറയുന്നത് എന്തിനാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കല്ലേ നിങ്ങള്. ഇനി ഞാൻ അഹങ്കരിക്കില്ല. ഞാൻ ജീവിതത്തിൽ നന്നാം ഉസ്താദേ, ഞാൻ വൈകാതെ ചെയ്യും ഉസ്താദേ. ഇനിയുള്ള ദിനരാത്രങ്ങൾ ഞാൻ നന്നാവാൻ പഠിച്ചവനെ. ഇനി ഞാൻ തെറ്റ് ചെയ്യൂല്ല. ഇനി ഞാൻ പാപങ്ങൾ ചെയ്യൂല്ല. ഇനി ഞാൻ നന്മ ചെയ്യുമല്ല. ജീവിതത്തിൽ പാപങ്ങളെ ചേർത്ത് പിടിക്കുമല്ലോ. ഞാൻ എന്റെ ജീവിതം നന്നാക്കുമല്ല എന്ന് പറയണേ സഹോദരിമാരെ. അല്ലാഹുവേ തൗഫീഖ് തരണേ അല്ലാഹ്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഏത് കാലാണ് വെക്കേണ്ടത്, ഏത് കാലാണ് ഇറങ്ങുമ്പോൾ വെക്കേണ്ടത് എന്ന് പോലും അറിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇടത്തെ കാലുകൊണ്ട് പള്ളിയിലെ ആ ഇടത്തെ കാലുകൊണ്ട് ബാത്റൂമിലോട്ട് കാല് വെച്ച് കയറുമ്പോ അതേ വലത്തെ കാലുകൊണ്ട് പള്ളിയിലേക്ക് കയറുന്നവരല്ലേ. അതാ പള്ളിയിലേക്ക് കയറുന്ന വലത്തെ കാല്. അതാ നീ വലത്തെ കാല് ബാത്റൂമിലോട്ട് നീ വലത്തെ കാല് വെച്ച് കയറിയാൽ അല്ലാഹുവിന്റെ അതാ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല ഇന്ന ശൈത്താൻ അതാ യാ ശൈത്താൻ നിന്നെ കടന്നു പിടിക്കുകയാണ്. ആ നിമിഷമുണ്ടല്ലോ നീ അവിടെ പതറുകയാണ്. നീ അവിടെ തെറ്റ് ചെയ്യുകയാ. നീ അതിനകത്ത് തെറ്റ് ചെയ്യുകയാ. അത് മൊബൈലിലൂടെ കണ്ടുകൊണ്ടായിരിക്കോ, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് കണ്ടായി മനസ്സിൽ ചിന്തിച്ചിട്ടായിരിക്കോ. അങ്ങനെ തെറ്റ് ചെയ്യുന്നെങ്കിൽ നീ ബാത്റൂമിൽ കയറിയത് അങ്ങനെയാണ്. അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ബാത്റൂം ശൈത്താന്റെ വീടാണെങ്കിൽ പള്ളി അല്ലാഹുവിന്റെ ഭവനമാണ്. ആ പള്ളിയിലെ ഹുർമത്തുകൾ പാലിക്കാത്തവന് അല്ലാഹു മാനിക്കൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വലത്തെ കാല് കൊണ്ട് ഇറങ്ങണം. വലത്തെ കാല് കൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ വലത്തെ കാല് വെക്കണേ പെങ്ങളെ. അതുകൊണ്ട് മാത്രമല്ല, അവിടെ നിങ്ങളുടെ ചെരുപ്പിടാറുണ്ട്. പലരും വിട്ട് കയറുന്ന ചെരുപ്പല്ലയോ, ആ ചെരുപ്പിട്ട് കൊണ്ട് നിങ്ങൾ ബാത്റൂമിൽ നിങ്ങൾ കയറുകയാണ്. പള്ളികളിലും പല ചെരുപ്പുകളാണ്, പല ചപ്പലുകളാണ്. ആ ചപ്പലുകൾ ഇട്ടുകൊണ്ട് നീ ബാത്റൂമിലോട്ട് കയറുകയാണ്. അതാ കയറുകയാണ്. നിനക്ക് അല്ലാഹു തആല മാരകമായ രോഗം തരികയാണ്. എന്തിനെന്നറിയോ? മറ്റവരുടെ വിട്ട ചെരുപ്പ് നീ ഉപയോഗിച്ചിട്ടില്ലേ? അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നീ ബാത്റൂമിൽ കയറരുത്. അങ്ങനെ ഉപയോഗിച്ച് ചെരുപ്പിട്ടുകൊണ്ട് നീ ബാത്റൂമിൽ കയറിയ നിന്റേതായ കാൽപാദത്തിലൂടെ
മാരകമായ അണുക്കള് കേറിക്കൂടിയിട്ട് നിന്റെ ഞരമ്പിലൂടെ സഞ്ചരിച്ചിട്ട് അതാ അതിവേഗം നിന്റെ തലച്ചോറിൽ നശിപ്പിക്കുമെന്ന് അതാ മുഹമ്മദ് മുസ്തഫ. മെഡിക്കൽ പരമാണ് വിവിധങ്ങൾ മെഡിക്കൽ പരമായി നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ അനുധാവനം ചെയ്തിട്ടില്ലയോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ഇരുന്ന് വെള്ളം കുടിക്കണേ എന്ന് പറയുന്നതും അത് മെഡിക്കലാണ്, അത് മെഡിക്കലാണ്. നിമിതങ്ങൾ ഡോക്ടറല്ലേ, നിമിതങ്ങൾ അതിന്റെ മെഡിക്കൽ ഓഫീസറല്ലേ, എല്ലാ നിമിതങ്ങളും പറഞ്ഞില്ലേ? അതെല്ലാം അല്ലാഹു നടപ്പിലാക്കിയില്ലേ? നിമിതങ്ങൾ എന്ത് വിചാരിച്ചോ അതൊന്നും നടപ്പിലാക്കും. അതാണ് ഹബീബ്, അതാണ് ഹബീബ്. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലുള്ളാഹ്, ഇനി ഞാൻ ചെയ്യുകയില്ല യാ ഹബീബല്ലാഹ് എന്നല്ലാഹു റസൂലിന്റെ അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബൈത്ത് ചൊല്ലി ദുആ ചെയ്തില്ലേ? സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തില്ലേ? ഇവരങ്ങനെ വിളിച്ചിട്ട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അനുഭവം പറയുകയാണ്. അതുപോലെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഇവരങ്ങളെ പേരിൽ സലാം ചൊല്ലിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ യാക്കി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണയുള്ള അല്ലാഹ്, ദയാപരനായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, സ്നേഹനിധിയായ അല്ലാഹ്, ഞങ്ങളെ പാപം പൊറുത്തരണേ അല്ലാഹ്. എൻ്റെ റബ്ബേ, എൻ്റെ നിമിതങ്ങളെ കരുണ കൊണ്ട് സ്നേഹം കൊണ്ട് അവിടുന്ന് അല്ലാഹുവേ മദീനകൊണ്ട് അവിടുത്തെ പച്ചക്കുപ്പയിൽ ദിവസം കൊള്ളുന്ന നൂറേ നബി മുഹമ്മദ് മുസ്തഫ അവിടുത്തെ മദീനയുടെ രാജകുമാരൻ സ്വലാത്തിനേറ്റു നീ ദുആ ചെയ്താൽ അല്ലാഹു അതിന്റെ ദുആ സ്വീകരിക്കും, പെട്ടെന്ന് സ്വീകരിക്കും. നീ എന്ത് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തിനേറ്റ് പടച്ചതമ്പുരാനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ പറഞ്ഞാൽ നിന്റെ കാര്യം അല്ലാഹു നടത്തി തരുമല്ലോ. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോ നിബിധങ്ങളെ വിളിച്ചുകൊണ്ടുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ ആശപ്പാക്കപ്പെട്ട ആ പ്രവാചകന്റെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്, ഭാഗ്യം തരണേ അല്ലാഹ്, ഭാഗ്യം തരണേ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യണം. നിബിധങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളെ ദുആ സ്വീകരിക്കുമെന്ന് അല്ലാഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ജീവിതത്തിന്റെ വിവിധ മേഖലകൾ നാം പഠിക്കണം, പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അല്ലാതെ ക്ലാസ് കേട്ടിട്ട് വെറുതെ നിങ്ങൾ ഈ ചെവിയുടെ കേട്ടിട്ട് മറുചെവിയിലൂടെ കടന്നു പോയാൽ ഇതുപോലെ റമദാനുകൾ ക്ലാസ് ഉണ്ടല്ലോ, അത് നിത്യമായി നടക്കുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കണ്ട എന്ന് വിചാരിക്കുന്നവരെ അല്ലാഹു നിങ്ങളെ ഇരുത്തപ്പോൾ സ്വീകരിക്കുകയില്ല. നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് ബാത്റൂമിൽ കയറിയാലും അതിൻ്റെതായ രീതിയിൽ നമ്മൾ കയറി നമ്മൾ ബാത്റൂമിൽ ആ ഇടത്തെ കാല് വെച്ച് കയറി വലത്തെ കാല് വെച്ച് ഇറങ്ങണം. മറ്റൊരാൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ ഉപയോഗിച്ച് ബാത്റൂമിൽ കയറിയാൽ നമ്മുടെ കാൽപാദത്തിലൂടെ വലിയ വലിയ ക്രിമിനലുകളായ മൃഗീയമായ നമ്മളെ കാല് വിച്ഛേദിക്കുന്ന തരത്തിലുള്ള കൃമികൾ, അണുബാധകൾ നമ്മുടെ ഞരമ്പിലൂടെ കടന്ന് തലച്ചോറിലേക്ക് കയറി തലച്ചോറിനെ മലീമസമാക്കി നശിപ്പിച്ച് എല്ലാ ബുദ്ധിയും വികാസത്തെ തകർത്തിട്ട് ഷുഗർ പേഷ്യൻ്റാക്കി അവസാനം പഴുത്ത് കാല് വെള്ളം വന്ന് ചൊറിഞ്ഞ് കാല് മുറിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് മാറുന്നത് നമ്മുടെ ചില ദുരുപയോഗങ്ങളാണ്. അപ്പൊ മെഡിക്കലാണ് മുഹമ്മദ് മുസ്തഫ
മെഡിക്കലായ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു. ഇരുന്ന് വെള്ളം കുടിക്കാൻ പറഞ്ഞ എന്തിനാണ്? നിന്ന് വെള്ളം കുടിച്ചാൽ അത് കിഡ്നിക്ക് തകരാറുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കണ്ടല്ലേ, അത് മെഡിക്കലല്ലേ? അപ്പൊ ഇനിയും കൂടുതൽ ഡോക്ടർ വരാനോ? രോഗം വയ്ക്കുന്ന അല്ലാഹു, ആ രോഗം മാറ്റാൻ കഴിവുള്ള അല്ലാഹു. പക്ഷെ നിബിധങ്ങളും ബഹുമാനവും പദവിയും പവറും പതലും കൊണ്ടല്ല നമ്മുടെ പാവത്തെ. കാരണം അത്രയ്ക്ക് നിബിധങ്ങൾ നമുക്ക് വേണ്ടി നാളെ പടച്ച നമ്മൾ പൊട്ടിക്കരഞ്ഞ് ശുപാർശ ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ അവസാന ഘട്ടത്തിൽ നാം വളരെ പെരുന്നാൾ ആഘോഷിക്കാനായി തയ്യാറെടുക്കുന്നവരോട് സാഹോദര്യം, സ്നേഹം, ഐശ്വര്യം ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. കേവലം ഒരു പെരുന്നാൾ ആഘോഷം മാത്രം സൗഹാർദ്ദമാവരുത്. കേവലം ഒരു മസ്ലഹത്താവരുത്. ഇതെല്ലാ പ്രാവശ്യം എല്ലാ ദിവസവും പരസ്പരം മുസാഫാത്ത് ആലിംഗനം ചെയ്യണം. പരസ്പരം കൈകോർത്ത് കെട്ടിപ്പിടിക്കണം. കുടുംബത്തിൽ കെട്ടിപ്പിടിച്ച് സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കണം. കൈ കൊടുക്കണം, സലാം പറയണം, പുഞ്ചിരിക്കണം. പുഞ്ചിരി തന്നെ ഒരു ധർമ്മമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് സദക്കയാണ്. സദക്ക ഫിത്ർ സക്കാത്ത് മാത്രമല്ല, ഒരു പുഞ്ചിരി കൊടുത്താൽ അത് ഒരു സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഹാത്മജി പറഞ്ഞത്, മഹാത്മാഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്. പുഞ്ചിരിക്കാത്തവൻ വിവസ്ത്രധാരിയാണ്. വിവസ്ത്രധാരി എന്ന് പറഞ്ഞാൽ വസ്ത്രം കൊടുക്കാത്തവനെ പോലെയാണ്. നാണക്കേട് വരടെ അതാണ് പറഞ്ഞത്. പുഞ്ചിരിക്കാത്തവൻ വിവസ്ത്രധാരിയാണ്, വസ്ത്രമില്ലാത്തവനെ പോലെയാണ് എന്ന് നമ്മുടെ മഹാത്മജി നമ്മെ പഠിപ്പിക്കുക. അതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ, എല്ലാ ദിവസവും അനുഗ്രഹങ്ങൾ നമ്മൾ ഉടലെടുക്കണം, പ്രവർത്തിക്കണം, പ്രാബല്യത്തിൽ കൊടുക്കണം. അല്ലാതെ കേവലം റമദാൻ വരുമ്പോൾ മാത്രമല്ല നോമ്പ് പിടിക്കുന്നവരുണ്ട്, വെള്ളിയാഴ്ച നോമ്പ് പിടിക്കുന്നവരുണ്ട്, തിങ്കളാഴ്ച പിടിക്കുന്നവരുണ്ട്, വ്യാഴാഴ്ച പിടിക്കുന്നവരുണ്ട്. നോമ്പ് പിടിക്കണം, മാസത്തിലും വർഷത്തിലും ആഴ്ചയിലും പിടിക്കണം. അതുപോലെ തസ്ബീഹ് നിസ്കരിക്കണം, ആഴ്ചയില്, വർഷത്തില്, മാസത്തില് നിസ്കരിക്കണം. എത്ര പേര് ദുഹ നിസ്കരിക്കുന്നവരില്ലേ? ദുഹ നിസ്കരിക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹു തആല മറതി എന്ന് പറയുന്ന രോഗം അത് മാറില്ല. ഈ മറതി എന്ന് പറയുന്ന രോഗം അല്ലാഹു മാറ്റില്ല. അത് മാറ്റുന്ന നിസ്കാരമാണ് ദുഹ നമസ്കാരം. ആ ദുഹ നിസ്കരിക്കുന്നവരെ അല്ലാഹു മറതി മാറ്റി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര പേര് ദുഹ നിസ്കരിക്കുന്നു? അങ്ങനെ ഓരോ നിസ്കാരം തഹജ്ജുദ് നിസ്കരിക്കുന്നവൻ അല്ലാഹു ബുദ്ധി വികാസത്തെ വർഷിപ്പിച്ചു കൊടുക്കുന്നു. ബുദ്ധി, തലച്ചോറിന്റെ ആവരണം ശക്തിപ്പെടുത്തി കൊടുക്കുന്നു. എന്ന് വെച്ചാൽ അവൻ നല്ല ബുദ്ധി കൊടുക്കുന്നു. അവൻ ഇന്റർനാഷണൽ രൂപമാണ് പോലെ യൂസുഫ് അലിയെ പോലെ ആയി മാറും. യൂസുഫ് അലിക്ക് അങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ അങ്ങനെ പോയവരാണ്. അതുകൊണ്ടാണ് കോടിപതിയായിട്ട് അദ്ദേഹം ലോകം കൊത്തുപലസുന്നത്. സിദ്ദീഖി അഹങ്കാരം ഉണ്ടാ, എന്തുമാത്രം അഹങ്കരിക്കുക അദ്ദേഹത്തിന്, അല്ലേ? ഇത്രയും സമ്പത്ത്, ഇത്രയും സൗഭാഗ്യങ്ങളിങ്ങനെ വാരിക്കൂട്ടി അള്ളാഹു കൊടുത്തില്ലേ? ആ കൊടുത്തെന്താണ് പ്രിയപ്പെട്ടവരെ? അതാണ് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവത്തെ വിളിക്കുകയാ. അവന്റെ അതാ 10 ദിനങ്ങള്, അവസാനത്തെ 10 ദിനങ്ങള് യൂസുഫ് അലിസാൻ ഇരിക്കുന്ന സർവേന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ സമയമാകുമ്പോ ആ മനുഷ്യനുണ്ടല്ലോ, ആ കാരുണ്യത്തിന്റെ സ്പർശമുണ്ടല്ലോ, ലോകത്തിന് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നവരുണ്ടല്ലോ, ആ മനുഷ്യനുണ്ടല്ലോ, കാരുണ്യത്തിന്റെ കടലായി ലോകം മുഴുവനും സഹായിക്കുന്നവരുണ്ടല്ലോ. ആ സഹായിക്കുന്ന മനുഷ്യ, ആ മനുഷ്യനെതിരിക്കുന്ന അവസാനത്തെ ദിനരാത്രങ്ങൾ എവിടെയാണെന്നറിയോ? അതാ ആരംഭ പൂവായ മുത്ത് നബിയോട്
ഹദറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ആരംഭപ്പൂവായ മുത്ത് നബിയോട് റൗളയിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ആ മുത്ത് നബിയുടെ ചാരത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യൂസുഫ് അലി തന്ന യൂസുഫ് അലി. ആ യൂസുഫ് അലി എന്ന് പറയുന്ന ആ മനുഷ്യന് അവിടെ പോയിരിക്കുകയാണ്. അവിടെയാണ് നോമ്പുതുറ, അവിടെയാണ് നമസ്കാരങ്ങൾ. എല്ലാ വർഷവും അവസാനത്തെ പത്ത് ആ മനുഷ്യൻ പോയിരിക്കുന്ന ഇടം അത് എവിടെയെന്നറിയോ? റൗള ഷരീഫാണ്. പെങ്ങളെ, നിനക്ക് സമ്പത്തൊന്നില്ലയോ? നിനക്ക് സമ്പത്തൊന്നില്ലയോ? നീ ആ 27 അവസാനത്തെ ദിവസം നീ ഹറമിലേക്ക് പോകുക. ഹറമിൽ പോയിരിക്കുക, അവിടെ ദുആ ചെയ്യുക നിന്റെ മക്കൾക്ക് വേണ്ടി. സമ്പത്ത് നിനക്കില്ലയോ? നിനക്ക് എപ്പോഴും ഹറമിലേക്ക് പോകാം. അല്ലാഹു സമ്പത്തൊന്നില്ലയോ? ആ മനുഷ്യൻ അല്ലാഹു സമ്പത്ത് കൊടുത്തപ്പോ ആ സമ്പത്തിന്റെ പലരെയും പാവങ്ങൾക്ക് കൊടുക്കുമ്പോ അതിന്റെ ലാഭങ്ങൾ മുഴുവനും പാവങ്ങൾക്ക് വേണ്ടി പോയി നടക്കുമ്പോ ആ ദിവസമുണ്ടല്ലോ ആ മദീനത്ത് പോയിരുന്ന് അവിടുന്നായ തസവ്വുലിരിക്കുമ്പോ അതാണല്ലോ പ്രിയപ്പെട്ടവരെ അല്ലാഹു അദ്ദേഹത്തിന്റെ മനസ്സ് തെരഞ്ഞെടുത്ത സ്ഥലം എന്നറിയോ? അതാ ഷരീഫാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് ജന്നാത്തിൽ ഫിർദൗസി അഗ്ലാ ഇലാഹില സ്തലൽ ഫിർദൗസി അഗ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി വഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി വഇന്നക ഗഫറത ബിൽ അദീമി. അല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ? നമ്മൾ തൗബ സ്വീകരിക്കാം, നമുക്ക് നരകം ഹറാമാക്കാം, സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ? പടച്ചവനോട് പ്രാർത്ഥിക്കുകയല്ലേ? ആ പടച്ചവനോട് പ്രാർത്ഥിക്കുമ്പോ റമദാൻ കൊടുക്കുന്ന എന്ന വാതിലൂടെ നിനക്ക് കടക്കാമെന്ന് ആദരവായ നബിയെ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ പവിത്രമായ ദിവസത്തെ വളരെ ഭംഗിയായി നമ്മൾ കൊണ്ടുവരണം. അള്ളാഹു നല്ല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മളെ ഈ സ്നേഹവും സാഹോദര്യവും ഐക്യവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്നും വേണം. അല്ലാതെ പെരുന്നാൾ വരുമ്പോൾ മാത്രമല്ല. സഹകരിക്കണം, എല്ലാവരുമായി നല്ല സന്തോഷം പങ്കിടണം. മക്കളുമായി, മരുമക്കളുമായി, മാതാപിതാക്കളുമായി, ബന്ധുക്കളുമായി ഒക്കെ സഹകരിക്കണം. മിണ്ടാത്തവരുമായി മിണ്ടണം, അവരെ പോയി മസ്ലഹത്ത് ചെയ്യണം, അവരുമായി ഒന്ന് കൈ കൊടുക്കണം. നിങ്ങളെ 2 കൈയും ചേർത്ത് കൊടുത്താൽ നിങ്ങളെ പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 കൈയൊന്ന് ചേർത്ത് കൊടുത്താൽ നിങ്ങളെ പാപം പൊറുക്കുന്നു. ആ കൈയുടെ ചൂട് നിങ്ങൾക്ക് പരസ്പരം 2 കൈയുടെയും ചൂട് കൃത്യമായി വാരിപ്പുണരുമ്പോൾ നിങ്ങളെ പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ അതൊക്കെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇടപെടണം. എല്ലാ മതസ്ഥരോടും ജാതി മത വർഗത്തതീതമായി, വർഗത്തിനതീതമായി എല്ലാവരുമായി ഊട്ടിയുറപ്പിക്കണം സ്നേഹബന്ധം. ഞാൻ നിങ്ങളോട് അവസാനത്തെ 10 നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് സാഹോദര്യമാണ്. ഖുർആൻ പറഞ്ഞതും സാഹോദര്യമാണ്, ഐക്യമാണ്, മാനവികതയാണ്, ബഹുസ്വരതയാണ്. ഖുർആൻ വിളിച്ചോതിയത് ബഹുസ്വരതയാണ്, ചേർത്ത് നിർത്തലാണ്, വഴികാട്ടിയാണ്. ആ ഒരു ആഹ്വാനമാണ് ഈ സുന്ദരമായ ദിവസം നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. ഈ സുന്ദരമായ ദിവസത്തെ തറയിലിട്ട് നിങ്ങൾ ഉടച്ചു കളയരുത്. വെളുക്കുന്നത് വരെ വെള്ളം കോരിയിട്ട് ഉടമിട്ട് ഉടച്ച് വെള്ളത്തെ തകർക്കരുത്.
നിർമ്മലനായ ജീവന്റെ തുല്യമായ വെള്ളം അത് തട്ടയിലിട്ട് ഉടച്ച് തെറിപ്പിക്കരുത്. ഈ ബന്ധം ഊഷ്മളമായ ബന്ധമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരുമക്കളെ മക്കളെ പോലെ കണ്ട്, ഭർത്താവിനെ ഭർത്താവായി കണ്ട്, ഭാര്യയെ ഭർത്താവ് ഭാര്യയായി കണ്ട്, അദബും മര്യാദയും പാലിച്ച് കുടുംബജീവിതങ്ങൾ ശിഥിലമാക്കാതെ, കുടുംബബന്ധങ്ങൾ തകർത്തെറിയാതെ സ്വർഗത്തിൽ നാളെ വരുമ്പോൾ അല്ലാഹു പിടിച്ചു നിർത്തരുത്. കുടുംബബന്ധം മുറിച്ചവൻ ഇതിനകത്തോട്ട് കയറണ്ട എന്ന് അല്ലാഹു ചെവിയിൽ പിടിച്ച് വലിച്ചെറിയരുത്. അപ്പൊ നമ്മൾ ബൈഅത്ത് ചെയ്യണം. അല്ലാഹുവേ, ഈ അവസാനത്തെ പ്രസംഗമല്ലോ, ഇങ്ങനെ ഒരു ക്ലാസ് വെക്കുമ്പോ ഈ നിമിഷം എന്തൊരു അത്ഭുതമാണ്, എന്തൊരു സന്തോഷമാണ്. എന്റെ പാപങ്ങൾ പൊറുക്കുമല്ലോ, എനിക്ക് സ്നേഹം അല്ലാഹു തരുമല്ലോ, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലോ. അതുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ദുആ ചെയ്യുമ്പോ എനിക്ക് അല്ലാഹുവേ പുറത്തു തരണേ അല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചവനോട് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ സമയത്ത്. അല്ലാഹ് എന്റെ ജീവിതത്തിന്റെ നിത്യോപയോഗ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാതെ, അല്ലാഹുവേ കണ്ടാൽ സലാം പറയാൻ, കണ്ടാൽ പുഞ്ചിരി കൊടുക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. എന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, എന്റെ കുടുംബത്തിൽ വേദനകളുണ്ട്, എന്റെ പ്രയാസങ്ങളുണ്ട്. പക്ഷേ എന്റെ പ്രയാസങ്ങൾക്കും എന്റെ വേദനകളും മനസ്സിൽ വെച്ചിട്ട് നീ ആരോടെങ്കിലും ഉദ്ദേശം കാണിച്ചാൽ അല്ലാഹു നിന്നോട് ഉദ്ദേശം കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അങ്ങനെയൊന്നും കാണിക്കാതെ, നിനക്ക് പ്രയാസമുണ്ട്, ഒന്നെങ്കിൽ നിന്റെ ഭർത്താവുമായി അല്ലെങ്കിൽ നിന്റെ അമ്മായിയമ്മയുമായി നിനക്കൊരു പ്രശ്നമുണ്ട്, പ്രതിസന്ധി ഘട്ടമുണ്ട്, എങ്കിലും നിങ്ങളെ നീ സ്നേഹിച്ച് സലാം പറഞ്ഞ് മറ്റൊരാളെ കൈപിടിച്ചാൽ, മറ്റൊരാളോട് സ്നേഹം പങ്കിട്ടാൽ, നീ ആരിങ്ങനെ ചെയ്താൽ നിന്റെ പ്രയാസം മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ സൗഹൃദം പെരുന്നാൾ വരും കേവലം ഈദുൽ ഫിത്തറിന്റെ ആഘോഷമാക്കി മാറ്റാതെ, അതും നല്ല ആഘോഷമാക്കി മാറ്റിയാലും മറ്റുള്ള ദിവസങ്ങളിൽ അതുപോലെ സാഹോദര്യത്തോടെ നിങ്ങൾ പോകണം. നിബിധങ്ങളും ആഹ്വാനം ചെയ്തത് അത് തന്നെ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ അവരോടൊക്കെ എല്ലാവരോടും, ഹൈന്ദവരോടും ക്രൈസ്തവരോടും എല്ലാവരും ചേർത്ത് നിന്ന് പെരുന്നാൾ ആഘോഷിക്കും. അവരെ നിങ്ങൾ ആരെങ്കിലും ചെയ്യണം, അവരെ നിങ്ങൾ സെക്കൻഡ് ചെയ്യണം, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, നിങ്ങളെ സമ്മാനങ്ങൾ അവർക്ക് കൊടുക്കണം. ദാരിദ്ര്യം അനുഭവിക്കുന്നവരിലും പലരുമുണ്ട്. പിതൃസക്കാത്തിന്റെ അരി കൊടുക്കാൻ പറ്റൂല, പക്ഷേ നിങ്ങളെ സന്തോഷവും സ്നേഹവും കൊടുക്കാം. നിങ്ങളെ സന്തോഷത്തിന്റെ അരിയൊക്കെ കൊടുക്കുക. അല്ലാതൊക്കെ നമ്മളെ വീട്ടിലെ അരി ധാരാളം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ പാവപ്പെട്ട ഹൈന്ദവർക്ക് കൊടുക്കുന്നു, ക്രൈസ്തവർക്ക് കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. അത് സന്തോഷമാണ്, അതൊരു സ്നേഹമാണ്, അത് നിങ്ങൾ കൊടുക്കുന്നൊരു സദക്കയാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിന് പ്രാധാന്യമുണ്ട്. അത് നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവുക, അത് നിങ്ങൾക്ക് അവരെ മനസ്സൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, സർവേശ്വരനോട് അവരെ ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ മതി, നമ്മളെ പ്രയാസത്തോടുകൂടി മാറ്റത്തെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും സഹിഷ്ണുതയും വിനയവും എല്ലാം നമ്മൾ കാണിച്ച് നല്ല മനുഷ്യരാകാൻ ഇനി ശ്രമിക്കണം. ഇനി അടുത്ത വർഷമാണ്, അതുവരെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ പൊട്ടിക്കരഞ്ഞ് പറയണം, പഠിച്ചവനെ ആയുസ് തരണേ അല്ലാഹ്, ആ റമദാൻ, ഇനി വരുന്ന റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്ന അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ പറയുന്നത് അല്ലാഹുവിന്റെ പവിത്രമായ മാസം വിട പറയുകയാണ്. വിട പറയുന്ന ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് ഇസ്തിഗ്ഫാർ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആരെങ്കിലും ദുആ ചെയ്യാൻ ഹദിയ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മുത്തല്ലിങ്ങൾ അങ്ങോട്ട് വരും. എല്ലാവരുടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെ കൊടുത്തു കൊടുക്കുക. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യകളെ മുറുകെ പിടിക്കണം. നമ്മുടെ ജീവിതത്തിൽ നന്മയെ ചെയ്യാവൂ, തിന്മ ചെയ്യരുത്, തെറ്റുകളെ ചെയ്യരുത് എന്ന് ദൃഢമായി വിശ്വസിച്ച്
മനസ്സിൽ ഉറപ്പിച്ച് നാം കൊണ്ട് പറഞ്ഞു ഈ സദസ്സിൽ നമ്മൾ ദുആ ചെയ്ത് ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇലാ ഹദറത്തുൻ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു